ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കൂസ് മീഡിയ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയുടെ 32 വീക്കിൽ 32ാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്കും കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ 32ാമത്തെ ആഴ്ചയിൽ ആദ്യം നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കുഞ്ഞ് ഈ സമയത്ത് ഏകദേശം കുഞ്ഞിന്റെ ഹൈറ്റ് ഒരു 40 സെന്റിമീറ്റർ മുതൽ 43 സെന്റിമീറ്റർ വരെ നമ്മുടെ കുഞ്ഞിന് ഈ സമയത്ത് ഹൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഒരു 1500 ഗ്രാം മുതൽ ഒരു 1800 ഗ്രാം വരെയൊക്കെയായിരിക്കും നമ്മുടെ കുഞ്ഞിന് ഏകദേശം വെയിറ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിനിലുള്ള നാഡീകോശങ്ങൾ, കുഞ്ഞിന്റെ ന്യൂറോൺസ് എല്ലാം ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഡെവലപ്പ് ആവുക, അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ വർക്കിംഗ് ഒക്കെ ഇപ്പൊ ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്ന നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവർ സംസാരിക്കുന്നത്, നമ്മുടെ ചുറ്റിലും നടക്കുന്ന വലിയ വലിയ ശബ്ദങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞിന് ഇപ്പൊ കേൾക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് ഇനി മുതൽ അങ്ങോട്ടും വലിയ വലിയ ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് ഒഴിവാക്കും. പടക്കം പൊട്ടുന്നത്, അങ്ങനെ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പടക്കം പൊട്ടുന്നത്, അതുപോലെ തന്നെ ഭയങ്കര ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾ കേൾക്കുന്നത് ഒഴിവാക്കുക. അപ്പൊ നമ്മുടെ കുഞ്ഞ് പെട്ടെന്ന് ഭയങ്കര ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞ് പേടിക്കാനും ഞെട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ കുഞ്ഞിന് ശാന്തമായിട്ട് എപ്പോഴും അവിടെ ഇരിക്കാനും ഉറങ്ങാനായിട്ട് പറ്റും. നമ്മുടെ കുഞ്ഞ് ഒരു ദിവസം പകൽ മുഴുവൻ 70% 75% ഒരു ദിവസത്തിൽ നമ്മുടെ കുഞ്ഞ് ഉറങ്ങാണ്. ബാക്കിയുള്ള സമയം മാത്രമാണ് കുഞ്ഞ് എണീറ്റിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചവിട്ടുന്നതും അനങ്ങുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റുക. ബാക്കിയുള്ള 70-75% ഒരു ദിവസത്തിൽ നമ്മുടെ കുഞ്ഞ് ഉറങ്ങാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞിന് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ശബ്ദങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞ് 32 വീക്കിലൊക്കെ നമ്മുടെ കുഞ്ഞ് ഒട്ടുമിക്ക പേരുടെ കുഞ്ഞുങ്ങൾ ഹെഡ് ഡൗൺ ആയിട്ടുണ്ടായിരിക്കും. ഇനി അഥവാ ഹെഡ് ഡൗൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി വരുന്ന 2-3 ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വരും. ഇനി ചിലർക്ക് മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ കൊണ്ട് കുഞ്ഞുങ്ങൾ തല തിരിഞ്ഞു വരാതെ തല മുകളിലേക്കായിട്ടുള്ള പൊസിഷനിൽ തന്നെ ഇരിക്കും. അതിനെ പറയുന്നത് ബ്രീച്ച് പ്രസന്റേഷൻ എന്നാണ്. അപ്പൊ ഈ ബ്രീച്ച് പ്രസന്റേഷനെ പറ്റി ഞാൻ വേറൊരു മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, നിങ്ങൾ ആ വീഡിയോ പോയി കാണാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബ്രീച്ച് പ്രസന്റേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് ഇപ്പൊ ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് സ്കാൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്കാൻ ചെയ്ത് കുഞ്ഞ് ഏത് പ്രസന്റേഷനിലാണ്, ഏത് പൊസിഷനാണ് നോക്കിയിട്ടാണ് നമുക്ക് നോർമൽ ഡെലിവറി ആയിരിക്കും അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഡോക്ടേഴ്സ് പറയാം. അപ്പം അങ്ങനെ ബ്രീച്ച് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ബ്രീച്ച് പ്രസന്റേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സിസേറിയൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ തലയാണ് ആദ്യം ഇറങ്ങി വരേണ്ടത്. ഡെലിവറിക്ക് നമ്മുടെ കുഞ്ഞിന്റെ തലയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. അപ്പൊ കാലിന്റെ ഭാഗമായിരിക്കും താഴെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് സിസേറിയൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ അസ്ഥികളും രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസ്ഥികളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കുഞ്ഞ് പറയുന്നുണ്ടാവുക. നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കഴിക്കുന്ന എരിവും പുളിയും ഉപ്പെല്ലാം നമ്മുടെ കുഞ്ഞ് അറിയുന്നുണ്ടായിരിക്കും. നമുക്കിപ്പോൾ എന്ത് ടേസ്റ്റ് ആണോ ഇഷ്ടം, നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ചിലപ്പോൾ മധുരം കഴിക്കാനായിരിക്കും, ചിലപ്പോൾ പുളി കഴിക്കാനായിരിക്കും. ഇത് നമ്മുടെ കുഞ്ഞിനും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണെന്നാണ് പറയാ. അപ്പോൾ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ടേസ്റ്റ് നമ്മുടെ കുഞ്ഞ് ഇപ്പം മുതലല്ല, ആദ്യമേ മുതൽ കുഞ്ഞ് എന്താ പറയുക, കുഞ്ഞിന്റെ എന്താ പറയുക, പഞ്ചേന്ദ്രിയങ്ങൾ, നാവൊക്കെ രുചി അറിഞ്ഞു തുടങ്ങുമ്പോൾ മുതലേ കുഞ്ഞിതൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്ന് നോക്കാം. അമ്മ ഈ സമയത്ത് 32 വീക്ക് എന്ന് പറഞ്ഞാൽ അമ്മയുടെ 8ാമത്തെ മാസമാണ്. 8ാമത്തെ മാസം കഴിയാറായി, 9 തുടങ്ങാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ അമ്മമാരിപ്പോ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് നല്ല ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും. കാരണം നമുക്ക് നല്ല ശ്വാസം വിടും. നമ്മുടെ വയറ്, ഡയഫ്രം, അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനൊക്കെ നമ്മുടെ യൂട്രസ് കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ശ്വാസം മുട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ കുഞ്ഞ് തല തിരിഞ്ഞ് താഴേക്ക് വന്ന് കുഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ തോറും, നമ്മുടെ ഇടുപ്പിലേക്ക് ഇറങ്ങും തോറും നമ്മുടെ ഈ ശ്വാസം മുട്ടലൊക്കെ കുറയും. കുഞ്ഞ് താഴേക്ക് ഇറങ്ങും തോറും നമുക്ക് ഈ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇനി കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾ ഇപ്പം മുതലേ ചെറിയ ചെറിയ എക്സസൈസുകൾ, നമുക്ക് ബ്രീത്തിങ് എക്സസൈസ്, നിങ്ങൾ ശ്വാസം എടുത്ത് വിടുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ഇപ്പൊ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അതുപോലെ തന്നെ നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഒക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്തു തുടങ്ങാം. അങ്ങനെയുള്ള ബട്ടർഫ്ലൈ എക്സസൈസ്, സ്കോട്ടിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് തന്നെ ചെയ്തു തുടങ്ങുക. പിന്നെ കുറച്ച് സമയം നടക്കാനായിട്ട് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഒരു 8 ആഴ്ച 9 ആഴ്ചക്കുള്ളിൽ നമ്മുടെ കുഞ്ഞ് പുറത്തേക്ക് വരും. അപ്പൊ നിങ്ങൾ ഡെലിവറിക്ക് വേണ്ടി നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റും ഈ സമയത്ത് കൂടാനായിട്ട് തുടങ്ങും. നമ്മുടെ വെയിറ്റ് ആഴ്ചയിൽ ഒരു 300 മുതൽ 400-450 ഗ്രാം വരെ ഒരാഴ്ചയിൽ നമ്മുടെ വെയിറ്റ് കൂടും. കാരണം നമ്മുടെ മാത്രം വെയിറ്റ് അല്ല, നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ്. കുഞ്ഞ് ഇപ്പൊ വേഗം വേഗം വെയിറ്റ് കൂടുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ്, അതുപോലെ തന്നെ
കുഞ്ഞ് പ്ലാസന്റയുടെ വെയിറ്റ്, മറുപിള്ളയുടെ വെയിറ്റ്, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ വെയിറ്റ്, പിന്നെ നമ്മുടെ വെയിറ്റ്, ഇതെല്ലാം കൂടിയിട്ടാണ് മൊത്തത്തിൽ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കൂടുന്നത്. അപ്പൊ അങ്ങനെ ആഴ്ചയിൽ ഒരു 400 ഗ്രാം വരെ എല്ലാം കൂടി നമ്മുടെ വെയിറ്റും കൂടുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഫോൾസ് കൺട്രാക്ഷൻസ് വരും ചിലർക്കൊക്കെ. ചിലർക്ക് നേരത്തെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 6 മാസം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫോൾസ് കൺട്രാക്ഷൻസ് ആണ്. നമുക്ക് പ്രഗ്നൻസിക്ക്, നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡീനെ തയ്യാറാവുന്നതാണ്. ബോഡി അതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യൂട്രസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുരുങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വയറൊക്കെ ഭയങ്കര ടൈറ്റ് ആവുന്ന പോലെയും ഇങ്ങനെ ഭയങ്കര വലിഞ്ഞു മുറുകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അതാണ് ഈ കൺട്രാക്ഷൻ, ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോൾസ് കൺട്രാക്ഷൻസ് എന്നാണ് പറയാ. അപ്പം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആരും ഡെലിവറി പെയിൻ ആണോ, ഇത് എന്താണ് ഇങ്ങനെ പെയിൻ എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഡെലിവറി പെയിൻ ആണെങ്കിൽ നമുക്ക് ആ പെയിൻ കൂടി കൂടി വരും. നല്ല പെയിൻ ഉണ്ടായിരിക്കും. ഈ കൺട്രാക്ഷന്റെ കൂടെ പെയിൻ ഉണ്ടായിരിക്കും. പെയിൻ കൂടി കൂടി വരാനായിട്ട് തുടങ്ങും. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ കുറയും. പെട്ടെന്ന് ഇന്റർവെല്ലിൽ ഇപ്പോൾ 15 മിനിറ്റ് കൂടുമ്പോൾ വന്നിരുന്ന പെയിൻ പിന്നെ 10 മിനിറ്റ് കൂടുമ്പോൾ വരാൻ തുടങ്ങും. പിന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും വീണ്ടും കൺട്രാക്ഷൻസ് പെയിനും വരാനായിട്ട് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെലിവറി പെയിൻ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇനി അല്ല, നിങ്ങൾക്ക് ഇടയ്ക്ക് എന്താ പറയാ പെയിൻ വരുന്നുണ്ട്, പെയിൻ ഇല്ലാതെ കൺട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, വയർ ഇങ്ങനെ വലിഞ്ഞു മുറുകി ടൈറ്റ് ആയി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്, പക്ഷെ പെയിൻ ഇല്ല. നമ്മൾ എന്തെങ്കിലും നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, നമ്മൾ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അത് മാറുന്നുണ്ട്, ആ കൺട്രാക്ഷൻ മാറുന്നുണ്ടെങ്കിൽ അത് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ ആണ്. അപ്പൊ അത് നമുക്ക് ഡെലിവറി പെയിൻ അല്ല, ഫോൾസ് കൺട്രാക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് ആരും പെട്ടെന്ന് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. നിങ്ങൾ അങ്ങനെ കൺട്രാക്ഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് എന്താണ്, ഡെലിവറി പെയിൻ ആണോ ശരിക്കുള്ള കൺട്രാക്ഷൻ ആണോ നിങ്ങൾ നോക്കുക. അപ്പൊ ഇത് എങ്ങനെ തിരിച്ചറിയാന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാനവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പൊ ആവശ്യമുള്ളവരാണെങ്കിൽ അതും പോയി കാണാം. പിന്നെ നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കൺട്രാക്ഷൻസ് ആണ് പിന്നെ വരാൻ തുടങ്ങുക. പിന്നെ ഈ സമയം മുതൽ നമ്മുടെ ബ്രസ്റ്റ് കൂടുതൽ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ വെയിറ്റ് കൂടാനായിട്ട് തുടങ്ങും, സൈസ് കൂടാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പോഴേ സൈസ് ഒക്കെ കൂടിയിട്ടുണ്ടായിരിക്കും. ഇനിയും അത് കൂടുതൽ സൈസും വെയിറ്റും ഒക്കെ കൂടാനായിട്ട് തുടങ്ങും. കാരണം നമ്മുടെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സൈസ് ഒക്കെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് നമ്മുടെ ബ്രസ്റ്റിന് കറക്റ്റ് പാകത്തിലുള്ള ഇന്നർ വെയർ, ബ്രാസ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സാഗ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ മെറ്റേണിറ്റി ബ്രാസ് ഒക്കെ കിട്ടും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി ഡെലിവറി കഴിഞ്ഞ് ഫീഡ് ചെയ്യാനൊക്കെ അത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ബ്രായൊക്കെ വാങ്ങിക്കാനും യൂസ് ചെയ്യാനൊക്കെ നോക്കുക. കറക്റ്റ് പാകത്തിലുള്ളത് വാങ്ങിക്കുക. ഒരുപാട് ലൂസിലുള്ളതും ഒരുപാട് ടൈറ്റിലുള്ളതും ഇറുകി നിൽക്കുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 32 വീക്കിൽ നമുക്ക് അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങളും. പിന്നെ ചിലർക്ക് ഇപ്പൊ ലാസ്റ്റ് സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫുൾ ഗ്രോത്ത് അറിയുന്ന സ്കാനാണ് ലാസ്റ്റ് സ്കാൻ. നമ്മുടെ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലർ അടുത്ത ആഴ്ചയ്ക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ആ സ്കാനിങ്ങിൽ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് 32 വീക്കിലെ അപ്ഡേറ്റ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.